ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. സദ്യയിൽ കൂടുതൽ പേരും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് കൂട്ടുകറി. അപ്പോൾ ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ കൂട്ടുകറി എങ്ങനെയാണ് നല്ല രുചിയോടെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഞാനിന്ന് കായയും ചേനയും കടലയും ചേർത്തുണ്ടാക്കുന്ന കൂട്ടുകറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ 1/2 ഗ്ലാസ് അളവിൽ കടല 7-8 മണിക്കൂർ സമയം ഒന്ന് കുതിർത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് കുതിർത്തിയെടുത്ത കടല കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ഇത്ര ഇട്ട് കൊടുക്കാം. എന്നിട്ട് 1.5 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ച് വേവിക്കാൻ വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ 5 വിസിലടിച്ച് വേണം ഇത് വേവിച്ചെടുക്കാൻ. അപ്പോൾ കടല വേവായിട്ട് വരുന്ന ഈ സമയം കൊണ്ട് നമുക്ക് കൂട്ടുകറിക്ക് വേണ്ട ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായി 5 ടേബിൾ സ്പൂൺ അളവിൽ നാളികേരം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം. നമുക്ക് ആളനും പച്ചടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാറുണ്ട്. എന്നാൽ കൂട്ടുകറി ഉണ്ടാക്കുമ്പോൾ അത്രയും ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കേണ്ടതില്ല കേട്ടോ. ദേ കണ്ടോ, ഇതുപോലെ അങ്ങ് അരച്ചെടുത്താൽ മതിയാവും. അപ്പോൾ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കൂട്ടുകറിയിൽ വറുത്തിടുന്നതിനായിട്ട് കുറച്ച് നാളികേരം വറുത്തെടുക്കണം. അതിനായിട്ട് പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ ജീരകം, 2 ഉണക്കമുളക് 2ആയിട്ട് കീറിയത്, കുറച്ച് കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം ഇതെല്ലാം ഒന്ന് മൂപ്പായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കണം. കൂട്ടുകറി ഉണ്ടാക്കുമ്പോൾ വറുത്ത് ചേർക്കാനാണ് കൂടുതൽ നാളികേരം എടുക്കുക. ഞാനിവിടെ 12 ടേബിൾ സ്പൂൺ അളവിൽ നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ അരപ്പുണ്ടാക്കാൻ എടുത്തതിൻ്റെ ഇരട്ടിയിലേറെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്ത് വറുത്തെടുക്കണം. ഇപ്പോൾ നാളികേരം കളറ് മാറി ഈ ഒരു പരുവായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇതിൽ കൂടുതൽ വറവായാൽ നാളികേരത്തിന് ഒരു കയ്പ്പ് രസമാവും. അപ്പോൾ ഈ സമയത്ത് നമുക്കിനി ഫ്ലെയിം ഓഫ് ആക്കാം. അപ്പോൾ കൂട്ടുകറിയിൽ വറുത്ത് ചേർക്കാനുള്ളതും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതും മാറ്റി വയ്ക്കാം. നമ്മൾ വേവിക്കാൻ വെച്ചിരുന്ന കടല 5 വിസിൽ വന്ന ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരുന്നു. ഇപ്പോൾ പ്രഷറൊക്കെ ഫുള്ള് പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. കണ്ടില്ലേ, കടല നല്ലപോലെ വേവായിട്ടുണ്ട്. ഇനി നമുക്ക് കൂട്ടുകറി ഉണ്ടാക്കി തുടങ്ങാം. ഞാനിതുപോലൊരു മൺചട്ടിയിലാണ് കൂട്ടുകറി ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് അളവിൽ ക്യൂബ്സാക്കി അരിഞ്ഞെടുത്ത ചേന ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ക്യൂബ്സാക്കി അരിഞ്ഞെടുത്ത ഏത്തക്കായ 1 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം 2 ഗ്ലാസ് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ തീ ഒരു ഹൈ ഫ്ലെയിമിലിടാം. ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി മൂടി വെച്ച് വേവിച്ചെടുക്കണം. കഷ്ണങ്ങൾ അടിയിൽ പിടിക്കാതിരിക്കാൻ ഇടയ്ക്കിടെ മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ ഒരു 1/4 ഭാഗം വേവായി. ഇനി നമുക്ക് തുറന്ന് വെച്ച് 5 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. ഇങ്ങനെ തുറന്ന് വെച്ച് വേവിക്കുകയാണെങ്കിൽ കഷ്ണങ്ങൾ വേവുന്നതിനൊപ്പം തന്നെ വെള്ളം വറ്റിയും വരും. കണ്ടോ, ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നമ്മൾ ചേർത്ത് കൊടുത്തിരുന്ന എരിവും ഉപ്പൊക്കെ പിടിച്ച് കഷ്ണങ്ങൾ വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങയരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്ത ശേഷം അരപ്പൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഇനി മധുരത്തിനായിട്ട് ശർക്കര ചേർക്കണം. ഞാനിവിടെ 1/2 അച്ച് ശർക്കര ചിരകി എടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിരുന്ന തേങ്ങയരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ.
ഞാനൊരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നാളികേരം ചേർത്ത് കൊടുക്കാം. അവസാനം ഇതുപോലെ നാളികേരം വറുത്ത് ചേർത്ത് കൊടുക്കുന്നത് കൂട്ടുകറിക്ക് ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ. ഇനി വീണ്ടും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ കൂട്ടുകറി റെഡി. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കൂട്ടുകറി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളിന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ സദ്യക്ക് ഇതുപോലെ തന്നെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇഷ്ടപ്പെട്ട ഫീഡ്ബാക്ക് കമൻറ്റ് വഴി അറിയിക്കണേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അടുത്തൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.